السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم لا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സതുദ്ദേശത്തോടുകൂടി ആദർശ പ്രവർത്തന മേഖലയിൽ നാം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്തിനിങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും ഉത്തമമായ ബോധ്യമുണ്ട്. പരസ്പരം കടിച്ചു കയറാനല്ല, മറിച്ച് ക്രിയാത്മകമായ പ്രയോജനാത്മകമായ ഒരു സംവാദം, ആദർശപരമായ നിലക്ക് എന്താണ് ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായ വിശ്വാസധാര എന്താണ്, അത് കൃത്യമായി ഇവിടെ വേർതിരിക്കപ്പെടേണ്ടതുണ്ട്. ആ നിലക്കാണ് നല്ല ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് നല്ല നീയത്ത് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് സത്യവും അസത്യവും വേർതിരിച്ച് കിട്ടണം എന്നുള്ള നല്ല പ്രാർത്ഥന വേണം സഹോദരങ്ങളെ. അള്ളാഹുവോട് ഹക്കും ബാത്തിലും വേർതിരിച്ച് കിട്ടാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് നേരിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. ആ ഒരു ഉദ്ദേശം എല്ലാവരുടെ മനസ്സുകളിലും ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ പല തരത്തിലുള്ള ആശയങ്ങളിങ്ങനെ കേൾക്കുകയാണ്. എല്ലാവരും ഓതുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ചില ആളുകളുടേത് കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നുക, അതിന് മറുപടി പറയുമ്പം അതാണ് ശരിയെന്ന് തോന്നുക. അങ്ങനെ ഒരു തരം ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കിടയിൽ ഉണ്ടെങ്കിൽ റബ്ബിനോട് മനസ്സ് തുറന്ന് ദുആ ചെയ്യുക. അല്ലാഹുവേ, സത്യം സത്യമായി കാണിച്ചു തരണമേ. സത്യവും അസത്യവും ആശയക്കുഴപ്പത്തിലായിട്ട് വഴികേടിലായി പോകുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു റബ്ബേ എന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ ഒരു പ്രാർത്ഥനാംശമാണ് ആമുഖമായി കേൾപ്പിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഖണ്ഡനം എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു മറുപടി പ്രസംഗം എന്നുള്ള നിലക്കോ ഒക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമുക്കൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈമാൻ, ആ ഈമാൻ നമുക്ക് നൽകിയിട്ടുള്ള വല്ലാത്തൊരു നിർഭയത്വമുണ്ടായിരുന്നല്ലോ. ആ നിർഭയത്വം പതുക്കെ പതുക്കെ ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മനഃപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് ഉദാഹരണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയെന്നല്ലാതെ ആളുകൾ പേടിച്ച് ഈമാനിന് വിരുദ്ധമായ നിലക്ക് ഒരു ഭയപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. തൗഹീദിലേക്ക് ളുൽമ കലർന്നാലുണ്ടാകുന്ന ഒരു വല്ലാത്ത ദുര്യോഗമാണ് സഹോദരങ്ങളെ ഇത്. ആ ഒരു ദുര്യോഗത്തിന് നമ്മൾ അടിപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളിലേക്ക് നമ്മൾ വരണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രബോധന വേളയിൽ സംസാരിച്ച ഒരു സംസാരം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു അൻആമിലെ 81 82 ആയത്തുകൾ നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ ഞാൻ എങ്ങനെ പേടിക്കണം, എന്തിനു പേടിക്കണം?
പലതരത്തിലുള്ള ഭൂത പ്രേത പിശാചുക്കളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ അധപ്പതിച്ചു പോയ ഒരു സമൂഹം, വിഗ്രഹാരാധനയിൽ കുമിഞ്ഞുകൂടിയ ഒരു സമൂഹം, ആ സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചോദ്യമാണത്. ഞാൻ എന്തിനു പേടിക്കണം അതിനെ? ഞാൻ ആരാധിക്കുന്നവനെ കുറിച്ച് നിങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു സുൽത്താനുമില്ല, ഒരു തെളിവും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നിട്ടില്ല. നമ്മളുടെ രണ്ടുപേരുടെയും കൂട്ടരിൽ നമുക്ക് രണ്ടു പേർക്കുമിടയിൽ ആർക്കാണ് നിർഭയത്വം അവകാശപ്പെടാനുള്ളത് എന്ന ഒരു ചോദ്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ എന്ന ഒരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. അഥവാ പലതരത്തിലുള്ള പേടികൾ, സിഹറിനെ പേടി, ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കേണ്ടത്. സിഹറിനെ പേടി, കണ്ണേറിനെ പേടി, അതേപോലെ ജിന്ന് കൂടുമോ എന്നുള്ള പേടി, കൂടിയാൽ പിന്നെ അവിടെ തന്നെ നിർത്തിയാൽ മതിയോ എന്നുള്ള ആ തരത്തിലുള്ള വിചാരങ്ങൾ, ഇങ്ങനെ ഭയപ്പാടുകളിൽ കിടന്നിട്ട് ഈ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും വഴികേടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നിടത്ത് നമുക്ക് പറയാൻ കഴിയണം, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. യഥാർത്ഥത്തിലുള്ള ഈമാനിൽ ഉറച്ചു നിന്നിട്ട് ആ ഈമാൻ ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നോളം പ്രബോധനം ചെയ്ത ആ പാതയിൽ ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർഭയത്വമുണ്ടല്ലോ, നമ്മൾ രണ്ടു കൂട്ടരിൽ ആർക്കാണ് ആ നിർഭയത്വത്തിന് അവകാശമുള്ളത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ ചോദ്യം നമ്മളോട് ചോദിക്കുക, നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഈ കാര്യം നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഈ പേടികളിലേക്ക് അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അവരോട് സംസാരിക്കുക, അവരുമായി കൊണ്ട് സംവദിക്കുക, അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾക്ക് എത്രയോ ഉദാഹരണങ്ങൾ ഇവിടെ കേട്ടു. ആ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സംവദിക്കുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പിന്നെ പറയുന്ന പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത്, അല്ലദീന ആമനു. ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഈമാൻ ഉൾക്കൊണ്ടാ പിന്നെ നിർഭയത്വം കിട്ടും. ആ നിർഭയത്വം കിട്ടുന്ന ആളുകൾ വലം യൽബിസു ഈമാനഹും ബിളുൽം, അവരുടെ ഈമാനിലേക്ക്, ഈമാൻ ഉണ്ട് കേട്ടോ, ആ ഈമാനിലേക്ക് ഒരു ചെറിയ അനീതി പോലും ഇല്ലാത്ത ഒരു കാര്യം പോലും, പ്രമാണബദ്ധമല്ലാത്ത ഒരു വിഷയം പോലും കടത്തി കൂട്ടിയിട്ടില്ലെങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് മാത്രമാണ് നിർഭയത്വം അവകാശപ്പെടാനുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഹും മുഹ്തദൂൻ, അവർക്കാണ് ഹിദായത്തുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ആയത്തൊക്കെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴുള്ള സതുദ്ദേശം നമ്മൾ ആലോചിക്കുക. എന്നിട്ട് റബ്ബിലേക്ക് തിരിഞ്ഞിരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ ഇതിൽ ഹക്കും ബാത്തിലും വേർതിരിച്ച് തരണമേ, ഇതിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ നീക്കിത്തരണമേ. റബ്ബ് നമ്മളെ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഈ വിഷയകമായി കൊണ്ട് പറയുമ്പോൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. അതിൽ ഒന്ന് കണ്ണേറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ണേറിന് തെളിവുകളായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ആയത്തുകൾ, ഹദീസുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ. എന്താണ് ഇതിൽ ഉദ്ധരിക്കുന്ന തെളിവുകൾ? അൽ ഐനുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ചില തെളിവുകൾ. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്ത് യൂസുഫിൽ വന്നിട്ടുള്ള 67 ആയത്താണ്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ 67, 68 മുതലുള്ള ആയത്തുകളാണ്. ആ ആയത്തിൽ പറയുന്നത് വളരെ സംക്ഷിപ്തമായിട്ട് പറയട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംസാരം, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്. ഇത് പറയുമ്പോൾ തന്നെ ചരിത്രത്തിലേക്ക് നമുക്കൊരു വേള പോകാൻ പറ്റും. അഥവാ ഈ മഹാനായ യാക്കൂബ് നബിയുടെ സന്താനങ്ങളോട് പറയുന്നൊരു ഉപദേശം, നിങ്ങൾ ഒരു വാതിലിലൂടെ പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത വാതിലുകളിലൂടെ, വ്യത്യസ്ത വഴികളിലൂടെ, കവാടങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്ന ആ ആയത്തിനെ എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കാകുന്നു. എന്തുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു? അത് ഈ ആളുകളെ മൊത്തം ഇങ്ങനെ കാണുമ്പം ആളുകൾക്ക് കണ്ണേറ് പറ്റാതിരിക്കാൻ, തൻ്റെ മക്കൾക്ക് കണ്ണേറ് പറ്റാതിരിക്കാനാണ് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കാം.
എന്നിട്ട് ആ ആയത്ത് കണ്ണേറിനുള്ള തെളിവാണ് എന്ന് പറയുകയും ചെയ്യുക. സഹോദരങ്ങളെ, എന്താണ് സത്യത്തിൽ കണ്ണേർ എന്ന് പറയുന്നത്? ഇത് സത്യത്തിൽ പിന്നെ പരിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ ആയത്ത് കണ്ണേറിന് എങ്ങനെയാണ് തെളിവാകുന്നത്? നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഈ ആയത്ത് കണ്ണേറിന് തെളിവാണ് എന്ന് പറയാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് പറയുന്നിടത്ത്, വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ചതനുസരിച്ച് തന്നെ അവർ ആ വാതിലിലൂടെ, ആ കവാടങ്ങളിലൂടെ ആ നാട്ടിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് പറയുന്നു, മകാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഇൻ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു തരത്തിലും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഉപദേശം കൊണ്ട് ഒന്നും നേടാമായിരുന്നില്ല. അത് എന്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യഅഖൂബ ഖദാഹാ. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്! യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിൽ ഒരു ധാരണ യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നു. ആ ധാരണ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് അതിനെ ഐന് എന്ന് വിശദീകരിച്ച, അഥവാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ തൻ്റെ മക്കളോട് വ്യത്യസ്ത വാതിലുകളുടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ അവർക്ക് കണ്ണേറ് തട്ടാതിരിക്കാനാണ് എന്നുള്ള ഒരു പ്രയോഗം, അൽ ഐൻ എന്നുള്ള പ്രയോഗം തഫ്സീറുകളിലുണ്ട്. ഇനി അൽ ഐനിന് കണ്ണേറ് എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ ആ അർത്ഥം ഉണ്ടോ, അതല്ലെങ്കിൽ അത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത് കൂടി വെച്ച് പഠിക്കണമല്ലോ. അൽ ഐൻ എന്നുള്ള പ്രയോഗം തഫ്സീറുകളിലുണ്ട്. പക്ഷേ അത് വിശദീകരിക്കുമ്പോൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഖശിയത്തൽ ഐൻ എന്നതുകൊണ്ട് ഉദ്ദേശം, ഖശിയത്തൽ ഐൻ എന്ന് പറഞ്ഞാൽ ലി അല്ലാ യറാ അൽ മലികു അദദഹും വഖുവതഹും ഫയബ്തിശു ബിഹിം ഹസദാ. ഹസദ് എന്നുള്ള പേരാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ രാജാവ് അവരെ കാണുന്നു, അവരുടെ എണ്ണം ഇങ്ങനെ കാണുന്നു. ഒരു പിതാവിൻ്റെ എല്ലാ നിലക്കും ശാരീരികമായി കായശേഷിയുള്ള, കായിക ബലമുള്ള മക്കള്, അവരുടെ കെൽപ്പ്, അവരുടെ ശക്തി, ഇതൊക്കെ കൂടി ഇങ്ങനെ കാണുമ്പോൾ ഫയബ്തിശ ബിഹിം ഹസദാൻ. ഇതാ തഫ്സീറിൽ വന്നിട്ടുള്ളത് ഒരു ഭാഗം. ഐന് എന്നുള്ള ഭാഗം വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തുടർന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുമ്പോൾ, വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്നുള്ളതൊക്കെ വിശദീകരിക്കുമ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറയുന്നൊരു ഭാഗമാണത്. ഹസദ് അവരെ പിടികൂടുമോ എന്നുള്ള. ഹസദ് പിടികൂടിക്കഴിഞ്ഞാൽ ഈ രാജാവിനും രാജാവിൻ്റെ പരിവാരങ്ങൾക്കും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കാണുന്ന സമയത്ത് ഹസദ് പിടികൂടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് അവരെ വശപ്പെടുത്താനോ അവരെ കീഴ്പ്പെടുത്താനോ വേണ്ട ചില ശ്രമങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കൂല്ലേ. അങ്ങനെ ഒരു പിടുത്തം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിൽ തോന്നി എന്നേ വിശദീകരിച്ചിട്ടുള്ളൂ. ഇനി അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചപ്പോൾ എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ അത് ഐന് അഥവാ കണ്ണേറ് എന്ന് പറയാനുള്ള തെളിവൊന്നും ആ ആയത്തിലില്ല എന്ന് വരെ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. തഫ്സീറുകൾ വേറെയും അഭിഷേകമായി കൊണ്ട് പറയാനുണ്ട്. സമയദൈർഘ്യം ഭയക്കുന്നത് കൊണ്ട് ചുരുക്കുന്നു. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ആയത്ത് സൂറത്തുൽ ഖലമിൽ നിന്നുള്ള 51-ാമത്തെ ആയത്താണ്. ആ ആയത്ത് വഇൻ യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സ്വാരിഹിം വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. ഈ ആയത്ത് കേൾപ്പിക്കുക. എന്നിട്ട് ലയുസ്ലിഖൂനക ബിഅബ്സ്വാരിഹിം എന്ന് പറയുന്നത് കണ്ണേറിനുള്ള തെളിവാണ് എന്നാ. ലയുസ്ലിഖൂനക ബിഅബ്സ്വാരിഹിം വളരെ ചുരുക്കത്തിൽ പറയട്ടെ, നമ്മൾ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അമാനിമ തഫ്സീർ വായിച്ചു നോക്കിയാൽ മതി. 51-ാമത്തെ ആയത്താണ്. ലയുസ്ലിഖൂനക ബിഅബ്സ്വാരിഹിം എന്ന് പറഞ്ഞാൽ യഹ്സുദൂനക ലിബുഗ്ദിഹിം, അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ബുഗ്ദ് കാരണം നബിയെ നിങ്ങളോട് ഹസദ് തോന്നും എന്നുള്ള ഒരു പ്രയോഗമാണ് ചില മുഫസ്സിറുകൾ ചെയ്തിട്ടുള്ളത്. ഇനി കണ്ണേറ് എന്ന് പറയുന്നത് ഹസദ് എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു പര്യായമല്ലാതെ വേറെന്താ ഉപയോഗിച്ചിട്ടുള്ളത്? ഇപ്പം എന്താ ധാരണ? എന്താ ജനങ്ങൾക്കൊരു ധാരണ? ഒരാളിങ്ങനെ നോക്കുന്നതോടുകൂടി ആ നോട്ടം ഏതെങ്കിലും കുട്ടിയുടെ നേർക്ക്, അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ നേർക്ക്, അതല്ലെങ്കിൽ ഒരു നല്ലവണ്ണം പൂത്ത് നിൽക്കുന്ന മാവിൻ്റെ നേർക്ക് നോട്ടം നോക്കുന്നതോടുകൂടി കണ്ണേറ് ബാധിക്കും എന്നുള്ള ഭയപ്പാട്, കുട്ടിക്ക് അസുഖം ബാധിക്കും എന്നുള്ള ഭയപ്പാട്, മാവിൽ നിന്ന് മാങ്ങകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ മനസ്സുകളിലേക്ക് കണ്ണേറിൻ്റെ പെട്ടുകൊടുക്കുക. സത്യത്തിൽ അൽ ഐൻ എന്നുള്ള പ്രയോഗത്തിന് കണ്ണേറ് എന്ന് ഇവിടുന്ന് അർത്ഥം വെക്കാൻ കഴിയുക? അൽ ഐൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ആ കണ്ണ് എന്നതിനപ്പുറം വേറെന്താ അർത്ഥം കിട്ടുക?
കണ്ണേറ് എന്നുള്ള അർത്ഥം എവിടെന്നാ വന്നത്? സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിൽ ഈ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ധാരണകളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ആ പദം നമ്മൾ അൽ ഐൻ എന്നുള്ള പദത്തിന് കൊടുത്തു എന്നതല്ലാതെ അൽ ഐൻ എന്നതിന് ആ കണ്ണ് എന്നുള്ള അർത്ഥമല്ലാതെ മറ്റൊരർത്ഥമില്ല. ഇതിന് വേറെയും ഹസദ് എന്നുള്ള പ്രയോഗം, അതേപോലെ ഗീറത്ത് എന്നുള്ള പ്രയോഗം, ഗിബ്തത്ത് എന്നുള്ള പ്രയോഗം, അതേപോലെ അക്കൂട്ടത്തിൽ അൽ ഐൻ എന്നുള്ള പ്രയോഗവും ഒക്കെ ഒരേ അർത്ഥത്തിൽ അസൂയക്ക് പറയുന്ന വാക്കുകളാണ് എന്നാണ് നമ്മൾ ഈ വിഷയകമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അസൂയ എന്തുമാത്രം വലിയ ദുര്യോഗമാണ്, എന്തുമാത്രം നാശാത്മകമാണ് എന്നുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് ഒരാളോടും അസൂയ വെക്കുന്ന മനസ്സില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അഥവാ ആരുടെങ്കിലും സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ, അസൂയ തോന്നുന്ന വല്ല തോന്നലുകളും മനസ്സിലുണ്ടാവുകയാണെങ്കിൽ, വല്ല തരത്തിലും ഒരാൾക്കുണ്ടായ നിഅമത്തിൽ എന്തോ ഒരു പ്രയാസം മനസ്സിൽ കടന്നുകൂടുന്നൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ മുഅ്മിനുകൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്, റബ്ബേ നീ അയാൾക്ക് കൊടുത്ത ആ നിഅമത്തിൽ നീ ബർക്കത്ത് കൊടുത്ത അയാൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാകണം എന്നതൊക്കെയല്ലാതെ മറ്റൊന്നും ഇങ്ങനെ ഹസദുമായി ബന്ധപ്പെട്ട് അൽ ഐൻ എന്നുള്ള പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ മറ്റൊന്ന് ഈ വിഷയകമായി പറഞ്ഞിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ അമാനി മൗലവി റഹ്മത്തുള്ളാഹി തഫ്സീറുകളിൽ നമ്മൾ വായിച്ചാൽ തന്നെ, നേരത്തെ പറഞ്ഞ ആയത്തുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയോ നമ്മൾ പറയുന്നത് കേൾക്കുന്ന സംഗതി എന്താ? എന്നാൽ ഇനി കണ്ണേറ് പറ്റിയാൽ പിന്നെ അതിന് ചികിത്സ വേണമല്ലോ. ആ ചികിത്സ എന്താ? ആ ചികിത്സ ഒന്നുണ്ടെങ്കിൽ ആ ചികിത്സ ഒന്ന് ഇട്ടുകൊടുത്താൽ പിന്നെ ആ ഹദീസ് വേറെ വിശദീകരിക്കേണ്ടി വരില്ല. കണ്ണേറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചികിത്സ ഉണ്ട്, ഹദീസിൽ വന്ന ചികിത്സ ഇങ്ങനെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കണ്ടു. അതിനുശേഷം അത് മാറുന്നത് എങ്ങനെയാണ്? ആരുടെ കണ്ണാണോ തട്ടിയത് ആ വ്യക്തിയോട് കൈകളും കാലുകളും മുഖവുമെല്ലാം കഴുകാൻ പറഞ്ഞു. വുളു എടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. വുളു എടുക്കുക, എന്നിട്ട് ആ വുളു എടുത്ത വെള്ളവും താൻ അരയുടെ ഭാഗത്ത് ഉടുത്ത അരയുടെ ഭാഗമോ ആ ഉടുത്ത ഭാഗമോ കഴുകിയിട്ടും അതും ആ വെള്ളത്തിലാക്കിയതിന് ശേഷം കണ്ണേറ് തട്ടിയ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അവിടെ ശമനമുണ്ടാകുമെന്നാണ്. മതി. പക്ഷെ ആ വെള്ളം കൊണ്ട് ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ കുളിക്കണം. ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ വുളു എടുത്താൽ മതി. ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ വളരെ പെട്ടെന്ന് ശമനം കിട്ടും. ഇനി അതല്ലാത്ത ദിക്റുകളും മന്ത്രങ്ങളും ഖുർആനിലെ ആയത്ത് ആ ഹദീസ് അത് മുഴുവൻ കേൾക്കേണ്ടതാണ് കേട്ടോ. അതിൽ ആമിർ ബിൻ ബർബിയ റളിയല്ലാഹു അൻഹു സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയപ്പോൾ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന് തല പൊക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദ്യം ചോദിക്കുന്നത് ഹൽ തത്തഹിമൂന അഹദാൻ. ഇതന്നെ വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ആരെയെങ്കിലും നിങ്ങൾക്ക് ആരെക്കുറിച്ചെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണാണ് തട്ടിയത് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? മനസ്സിൽ നിങ്ങൾ തോന്നലുണ്ടോ എന്ന് പറഞ്ഞാൽ ഊഹത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രയോഗം വരുന്നു. പരിശുദ്ധ ഖുർആൻ ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അധിക ഊഹവും നമ്മൾക്ക് പിന്നെ കുറ്റകരമായ ഊഹമായിരിക്കും. ഒരാളെ കണ്ണേറ് തട്ടിയതാണ് എന്ന് പറയുമ്പം ആരുടെ കണ്ണേറാ തട്ടിയത് എന്നുള്ളത് ഇങ്ങനെ എത്ര ആൾക്കാരെ നമ്മളിങ്ങനെ ഊഹിക്കാൻ നിൽക്കണം. ഇത് എന്താണ് അതിൻ്റെ പ്രതിഫലം? പിന്നീട് അതിൻ്റെ ഒരു ഫലമായിക്കൊണ്ട് എന്താ ഉണ്ടാവാൻ പോണത്? മനുഷ്യന്മാർക്കിടയിൽ മറ്റുള്ളവരെക്കുറിച്ച്, ഒരു കുട്ടിക്ക് അസുഖം വരുമ്പോഴേക്കും മറ്റുള്ളവരെക്കുറിച്ച് അവൻ്റെ കണ്ണ്, അവൻ നോക്കിയതിൻ്റെ കുഴപ്പം, അവൻ പറഞ്ഞതിൻ്റെ കുഴപ്പം എന്നിങ്ങനെ മനസ്സിൽ ഇതിങ്ങനെ ഉരുണ്ടുകൂടുന്ന വല്ലാത്തൊരവസ്ഥയിലേക്കല്ലേ എത്തുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സംഗതി പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ എന്താവണം, നമ്മുടെ വിശ്വാസം എന്താകണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആയത്തുകളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ആ ഹദീസ് അങ്ങനെ പറയുമ്പോൾ ഒറ്റയടിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ നോക്കൂ, ഇസ്ലാമിൻ്റെ വൃത്തിബോധം, ഇസ്ലാമിൻ്റെ ശുചിത്വബോധം അതിനൊക്കെ ചേർന്ന രീതിയിലുള്ള ഒരു ചികിത്സയാണോ ഇത്? എത്രത്തോളം തുടക്കണം? കണ്ണേറ് തട്ടിയ ഒരാള്, കണ്ണേറ് ആളുടെ കണ്ണ് തട്ടിയിട്ട് തട്ടപ്പെട്ട ആളുടെ കണ്ണിൻ്റെ ആ തട്ട് എന്ത് ചെയ്യണം? കുളിക്കുന്ന സമയത്ത് അവരുടെ അരക്കെട്ട് വരെ. ഇങ്ങനെ പബ്ലിക് സ്റ്റേജിൽ ഇത് പറയാൻ പോലും പറ്റൂലല്ലോ. പക്ഷേ പറയല്ലാണ്ട് നിവൃത്തിയുണ്ടോ സഹോദരങ്ങളെ?
ഇതാണ് അവസ്ഥ. ഈ രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു 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 സംഭ്രമജനകമായ ഒരു ചുറ്റുപാട്. ഇതിൽ നിന്ന് നമ്മൾക്ക് മുക്തി കിട്ടണം. ആ മുക്തിക്ക് വേണ്ടി അത് ഉണ്ടാകണം എന്നുള്ള നിലക്കുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അൽ ഹസദ് എന്നതല്ലാത്ത ഒരു വിഷയം പറയുന്ന മിക്ക സ്ഥലങ്ങളിലും അൽ ഐൻ എന്ന് പറയുന്നിടത്ത് അൽ ഹസദ് എന്നുള്ള പ്രയോഗം, അസൂയയുടെ ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയും ചെയ്യും. അതുകൊണ്ട് ആ നിലക്ക് ആ വിഷയത്തെ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയോ? അജുവ. ഇപ്പോൾ അജുവക്കാരക്കയുടെ വിഷയം സഹോദരങ്ങളെ, ആ വിഷയം ചുരുക്കി ഇങ്ങനെ പറയുമ്പം അജുവക്കാരക്ക പിന്നെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ രാവിലെ തന്നെ 7 അജുവക്കാരക്ക കഴിച്ചാൽ അയാൾക്ക് ഒരു ദ്രോഹവും ഉണ്ടാവില്ല, വിഷബാധ ഏൽക്കുകയില്ല എന്നുള്ള പോലെയുള്ള പ്രയോഗങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ റിപ്പോർട്ടുകൾ വന്നു. ഈ വിഷയം നമ്മളിങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒന്നാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഒന്ന്, ഇതൊരു ഇലാജാണ്. ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വഹീഹാണ് എന്നുള്ള നിലക്ക് സ്വഹീഹായ റിപ്പോർട്ടുകൾ തന്നെയാണ്, സനദ് കൊണ്ട് സ്വഹീഹായ റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകൾ പ്രകാരം എന്താണ് അതിൽ നിന്ന് കിട്ടുക? ആദ്യത്തെ കാര്യം, ഇതൊരു വിശ്വാസ കാര്യമാണോ? അജുവക്കാരക്ക എല്ലാ ദിവസവും രാവിലെ 7 എണ്ണം കഴിക്കണം, അത് സകലമാന പിന്നെ വിഷ തീണ്ടുക പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെയും ശമനമാകുന്നു എന്ന് പറയുന്ന ആ ആശയം വരുന്ന ഹദീസ് ഒരു വിശ്വാസകാര്യമാണോ? തീർത്തും ഒരു വിശ്വാസകാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചികിത്സ പറഞ്ഞു കൊടുക്കുന്നു. ചികിത്സ എന്താണ് ശരിക്ക്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചികിത്സകളുടെ ഭാഗമായിക്കൊണ്ട് ഇങ്ങനെയുള്ള കാരക്ക കഴിക്കുക പോലെയുള്ള പ്രയോഗങ്ങൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തികച്ചും ദുനിയവി ആയിട്ടുള്ള ഒരു കാര്യം, ഭൗതികമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ എല്ലാ ദിവസവും 7 കാരക്ക കഴിക്കണം എന്ന് തോന്നിയിട്ട് 7 കാരക്ക കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും വരാനൊന്നും ഇപ്പോൾ അതാരും എതിർക്കണില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് വിശ്വാസകാര്യമല്ല. ആദ്യത്തെ കാര്യം വിശ്വാസകാര്യം എന്നതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം വിശ്വാസകാര്യം എന്ന നമുക്ക് വിശ്വസിക്കണമെങ്കിൽ അത് തക്കതായ രീതിയിലുള്ള ഒരു മുതവാത്തിറായ നിലക്ക് ഈ വിഷയം റിപ്പോർട്ടായി വന്നിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തേത്, ഇത് ഇലാജാണ് എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇലാജുകളൊക്കെ ദുനിയാക്കാരിയല്ലേ സഹോദരന്മാരെ, സഹോദരികളെ? ദുനിയാകാര്യത്തെക്കുറിച്ച്, ദുനിയാക്കാര്യം ഭൗതികമായ കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രയോഗം. ദുനിയാക്കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദുനിയാക്കാര്യം എന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തിബ്ബാണ്, അഥവാ വൈദ്യമാണ്. ഒരു വൈദ്യം നിർദ്ദേശിച്ചു കൊടുത്തു. അക്കാലഘട്ടത്തിൽ അങ്ങനെ ചികിത്സാ രീതികൾ ഉണ്ടായിരുന്നു. ഇന്ന് വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചികിത്സ ചെയ്തുകൊണ്ട് നമുക്കെന്തെങ്കിലും അസുഖം വരുമ്പോൾ ആ വിഷം തീണ്ടിയ ഒരാൾ 7 കാരക്ക കഴിച്ചിട്ടുണ്ടെന്ന് രാവിലെ തന്നെ എന്തെങ്കിലും വിഷപ്പാമ്പുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇനി വേറൊന്നും ഏൽക്കൂല എന്നുള്ള നിലക്ക് നമ്മൾ അത് അങ്ങനെ വിശ്വസിച്ച് നടന്നു പോയി കഴിഞ്ഞാൽ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പരലോകത്ത് വെച്ച് ഈ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ ചെയ്യുന്ന സമയത്ത് നിനക്ക് അസുഖം ഉണ്ടായപ്പോൾ, നീ നിനക്ക് പിന്നെ ഒരു വിഷം തീണ്ടിയ സംഭവം ഉണ്ടായപ്പോൾ, ആലോചിച്ച് നോക്കുക, വിഷം തീണ്ടിയ സംഭവം ഉണ്ടായപ്പോൾ, നിന്റെ ശരീരത്തിലെ വിഷബാധ ഏറ്റപ്പോൾ നീ രാവിലെ 7 അജുവക്കാരക്ക കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അജുവക്കാരക്ക എനിക്ക് രക്ഷയേകും എന്നുള്ള നിലക്ക് നീ എന്ത് ചെയ്തു? മറ്റു ചികിത്സകളും തേടിയിട്ടില്ല. നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്നാണ് കിട്ടിയത് എന്നാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എങ്കിൽ, ഒരു വിശ്വാസകാര്യത്തെ പിന്നെ എങ്ങനെയാണ് വരിക? അങ്ങനെ പറയുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നമുക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? വെറുതെ ആലോചിച്ച് നോക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞ വേറെ കുറേ അധ്യാപനങ്ങൾ, ഏതൊരസുഖം വന്നാലും അതിന് കൃത്യമായ ചികിത്സകളുണ്ട്, മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ തേടണം. ഭൗതികമായിക്കൊണ്ട് നിങ്ങൾ എടുത്തുകൊള്ളൂ, 7 കാരക്ക തിന്നോളൂ, അതൊന്നും ഇവിടെ ആ ഹദീസിന് ആ നിലക്കൊന്നും നമ്മൾ ആരൊന്നും പറയുന്നില്ല. മറിച്ച് ഇതൊരു വിശ്വാസകാര്യമായിക്കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ല. ഭൗതിക കാര്യങ്ങളിൽ നമുക്കാകുന്നു, നമ്മളെക്കാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നമ്മുടെ കാര്യം അറിയുക. എത്ര ഹദീസ് ആ വിഷയത്തിലുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന മരത്തിൻ്റെ അടുക്കലൂടെ, ഈത്തപ്പന തോട്ടത്തിനടുക്കലൂടെ പോകുമ്പോൾ കർഷകരിങ്ങനെ പരാഗണം ചെയ്യുന്ന ഒരു കാഴ്ച കാണുമ്പോൾ, എന്താ നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ
അതിന് കൊടുത്ത മറുപടിയുമായി ബന്ധപ്പെട്ട ഹദീസ് ആലോചിച്ച് നോക്കൂ. ഞങ്ങളിങ്ങനെ ഫലത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടിക്കൊണ്ട് ഇത് ചെയ്യാണ്, പരാഗണം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു മോശം കാര്യം എന്നുള്ള നിലക്ക് സംസാരിച്ചു. അവരത് നിർത്തിവെച്ചു. അക്കൊല്ലം ഫലഭൂയിഷ്ടമായിട്ടുള്ള ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത് നിലച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ വഴി കടന്നു പോകുമ്പോൾ എന്തേ ഇപ്രാവശ്യം ഇങ്ങനെയായെന്ന് ചോദിച്ചപ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പരാഗണം ചെയ്തില്ല എന്നുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താ? അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങൾക്കാണ് നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം അറിയുക. മറ്റൊരു ഹദീസിൽ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാകുന്നു. ഇദാ അമർത്തുക്കും ബിശൈഇൻ മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ എൻ്റെ കൽപ്പന നിങ്ങൾക്കുണ്ടായാൽ ഫഖുദൂ ബിഹി, അത് നിങ്ങൾ സ്വീകരിക്കണം. ചികിത്സ സഹോദരന്മാരെ ദുനിയാക്കാരിയാണ്. ആ ദുനിയാക്കാര്യം ഇത് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, ഹദീസ് നിഷേധിക്കണമെന്നില്ല, അങ്ങനെ പറയേണ്ടതില്ല. മറിച്ച് അതൊരു ഭൗതികമായ ഒരു വിഷയമാണ് എന്നുള്ള നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദീനിയായിട്ടുള്ള ഒരു അധ്യാപനം, ദീനിൽ പുണ്യം കിട്ടുന്ന ഒരു അധ്യാപനം എൻ്റെ അടുക്കൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ സ്വീകരിക്കണം. വഇദാ അമർതകും ബിശൈഇൻ മിൻ റഅയി, എൻ്റെ സ്വന്തം അഭിപ്രായം എന്നൊക്കെ അതൊക്കെ പറയും. അങ്ങനെ ഞാൻ എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ ഫ ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യനാണ് എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ ഇതിനുള്ള എല്ലാ മറുപടിയുണ്ട്. സമയദൈർഘ്യം പയക്കുന്നത് കൊണ്ട് ഈ വിഷയമൊക്കെ പഠിക്കാനുള്ള തരത്തിലേക്ക് ഒരു ചെറിയ ചിന്തയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് നിങ്ങൾ അതിനെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നമ്മുടെ ഈ ഇരുത്തം സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ സതുദ്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുക. നിർഭയത്വം നിറഞ്ഞ ഒരു ഈമാനിക ഭാവം നമുക്കെല്ലാവർക്കും കിട്ടണം. നിർഭയത്വത്തോടു കൂടി ഇവിടെ ജീവിച്ച് ഈമാനുള്ളവരായി ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദോടുകൂടി അള്ളാഹുവിലേക്ക് യാത്രയാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാം, അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വറുസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വറുസുഖ്ന ഇജ്തിനാബ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.